ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂട്യൂബിൻ്റെ മീറ്റപ്പിന് പോവാണ്. കൊച്ചി എയർപോർട്ടിലാണ് എത്തേണ്ടത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് നമ്മളെ ഇവൻ്റ് നടക്കുന്നത്, യൂട്യൂബിൻ്റെ ഇവൻ്റ്. $1030 എടുക്കാൻ പറ്റുന്നത് നല്ല സിഗ്നേച്ചറുണ്ട്. ഇത് DJI ആണത്, ചില്ലറല്ല. ഇത് വൈഡ് ഉണ്ട് അതിന്. ഇതൊരു തീപ്പെട്ടി സാധനം വെച്ചിട്ട് എന്തെല്ലാം പരിപാടികളൊന്നും കാണിച്ചു കൂട്ടുന്നല്ലേ. കുറിക്കാൻ പോവാണ്. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ടീ സ്നാക്സ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സെക്ഷൻ ആണ്. സോ നിങ്ങൾ വേഗം തന്നെ പോയി നിങ്ങളുടെ ടീ ആൻഡ് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് എനർജി ഒക്കെ ബൂസ്റ്റ് ലെവലൊക്കെ കൂട്ടിയിട്ട് വേഗം തന്നെ സീറ്റുകളിലേക്ക് വന്നിരിക്കുക. നമ്മുടെ ഇന്നത്തെ ഇവന്റ് അല്പ സമയത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് വി ആർ ബിഗിനിങ് ടു അവർ ന്യൂ ഇവന്റ്. സോ നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ടീ ആൻഡ് സ്നാക്സ് എല്ലാം കഴിച്ച് എനർജി ബൂസ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? എന്താണ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്തത്? ഫൈനലി ദ ഡേ ഈസ് ഹിയർ. നമ്മൾ ഇത്രയും നേരം ഇത്രയും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇവന്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ once again I welcome each and everyone invited here on a very auspicious moment in a spectacular morning. So ladies and gentlemen, നിങ്ങൾ ഇത്രയും നേരം എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുന്നത് ആരെ കാണാനായിട്ടാ? ആരാ? M4 ഉണ്ട്, പിന്നെ ചക്കമീസ് ഉണ്ട്. അപ്പൊ അവരെ ഇൻവൈറ്റ് ചെയ്യണോ? അത് എന്നെ മാത്രം കണ്ടാ മതിയോ? കുറച്ചു പേരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ചീഫ് ഗസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്താലോ? യെസ്. സോ ആർ യു റെഡി? യെസ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവരെ പറ്റി പറയാനാണെങ്കിൽ ഇവരുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് തന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ക്രിയേറ്റീവ് ആയിട്ടാണ് ഇവർ ഓരോ വീഡിയോസ് സോർട്ട് ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് ദ വെരി വൈബ്രന്റ് ആൻഡ് വെരി ടാലന്റഡ് ആൻഡ് എന്റർടൈനിംഗ് ചാനൽ ചക്കമീസ്. Put your hands together for ചക്കമീസ്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ആയതുകൊണ്ടാട്ടോ സൈലന്റ് ആയി പോയത്. സോ ക്രിയേറ്റീവിന്റെ രാജകുമാരന്മാരും
മലയാളികൾ അല്ലേ? ഒന്ന് പേടിച്ചു പോയല്ലേ? എന്തോ ചെറുതായിട്ട് ഇന്നത്തെ ഒരു ദിവസമല്ലേ, സഹിച്ചോ? ആൻഡ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ചട്ടമ്പിസ് എന്നെ ഒന്നും ആർക്കും കാണണ്ടാന്നാട്ടോ പറഞ്ഞത്. നിങ്ങള് അതിനെപ്പറ്റി എന്തെങ്കിലും ഞാനിതിനെ പറ്റി പൊക്കി തന്നെയല്ലേ പറഞ്ഞത് അല്ലേ? സപ്പോർട്ട് ചെയ്യ്. അതെ, ഓക്കേ. ചട്ടമ്പിസ്, ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ. നിങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എനർജി കിട്ടും. അപ്പൊ എല്ലാരും എന്തായാലും ഇവിടെ വരെ എത്തിയത്, നിങ്ങൾ എല്ലാരും ഇവിടെ വന്നത് നമ്മളെല്ലാരും സ്വന്തമായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി കൈ അടിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് സെഷൻസ്, കുറച്ച് ഗെയിംസ്, കുറച്ച് ഒരുപാട് അടിപൊളി സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്യണം. അതാണ് നമ്മൾ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, put your hands together and welcome the master brain of experiments and science, the one and only Gio Joseph and Praveen. മൈക്ക് വേണ്ടെന്ന് തോന്നുന്നു. നല്ല ശബ്ദത്തിൽ തന്നെയാണല്ലോ മൈക്ക് ഇല്ലാതെ തന്നെ സംസാരിച്ചത്. ഓക്കെ, അതാണ് മൈക്ക് യൂസ് ചെയ്തത്. ഓക്കെ, ഹായ് മിസ്റ്റർ മലൻ. ഹായ് മിസ്റ്റർ മലൻ. എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് നേരമായി വന്നിട്ട്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പുതിയ മുഖങ്ങളെ ഒരുപാട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സാധാരണ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് വരുമ്പോൾ മിക്കവാറും പരിചയമുള്ള മുഖങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് കൂടുതലായിട്ട്, അതായത് എന്താ പറയാ, പുതിയതായിട്ട് യൂട്യൂബിലേക്ക്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നവർ ഒരുപാട് പേരെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയാ, ജിയോ മച്ചാന്റെ ഒരു ബിഗ് ഹായ് തന്നോണ്ട് എന്താ പറയാ, ഒരു ബിഗ് താങ്ക്സ് പറയാം. മൂന്നെണ്ണം കഴിഞ്ഞല്ലോ, മൂന്നോ നാലോ കഴിഞ്ഞു. ആൻസർ പതറിയിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും കഴിഞ്ഞില്ലേ? ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് മൂന്നും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. और मेरा उसमें कंटेंट है बिजनेस रिलेटेड, जैसे कि ड्रेस का कंटेंट करती हूँ मैं मोस्टली. അപ്പോൾ ഈ മലയാളത്തിൽ കൂടി പറയാം. എൻ്റെ ചാനലിന്റെ പേര് അറിയാവുന്ന എല്ലാ ക്യാമറ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതുപോലെ ഗ്രേഡ് ചെയ്യുക, എല്ലാ ടെക്നിക്കലായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. സോ പ്രത്യേകിച്ച് ഒരു ഗൈഡൻസിന്റെ ആവശ്യം വേണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഏകദേശം ഒരു ടീമിലുള്ള 6 പേര്, നമ്മൾ നേരത്തെ ബിങ്കു കളിച്ചപ്പോൾ സെറ്റ് ചെയ്ത 6 ടീമുകൾ. അങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അങ്ങനെ നമുക്കൊരു ടാസ്കും തന്നു, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടാസ്കും കൂടി തന്നു. അതൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംഫോടെക്കിന്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയട്ടോ. ബേസിക്കലി എംഫോടെക്കിന്റെ ചാനൽ നമ്മൾ തുടങ്ങുന്നത് 7 വർഷമാണ്, 2017 എന്താ പറയാ, വലിയ കഥയൊന്നുമില്ലാത്ത 2 പിള്ളേര്, എന്താ പറയാ, നാട്ടുപുറത്ത് 2 പിള്ളേര് ചുമ്മാ പാടത്ത് ചൂണ്ടിട്ട് നടന്നവര്, അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ബീഫും ചോറും കൂട്ടി കഴിച്ച് വീട്ടിലിരിക്കുന്ന പിള്ളേര്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു കോള് വരെയാണ്. ആര്? നമ്മുടെ പ്രേമച്ചൻ. ജിയോ ഇവിടെ പുതിയൊരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്, യൂട്യൂബ്. സംഭവം ആൾക്കാർ ഇപ്പൊ അധികം വീഡിയോ ഒന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. ആകെ സിനിമയുടെ പോസ്റ്ററും കുറച്ച് പാട്ടും ഇതൊക്കെ ഉള്ളൂ. പുറത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ DIY ചെയ്യുന്നുണ്ട്, ഫുഡ് ചെയ്യുന്നുണ്ട്. നീ ഒന്ന് വരാമോ, ഞാൻ ക്യാമറ എടുക്കാം, നീ ആങ്കർ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ പണിയൊന്നും ചെയ്യണം, ഞാൻ വരാം. പക്ഷെ നമുക്കൊരു ഐഡിയ ഇല്ല എന്തിനാണെന്ന്. വരുന്നു, ക്യാമറ ഓണാക്കുന്നു, എടുക്കുന്നു, എന്താ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പ്രവീണിന്റെ വീട്ടിലേക്ക് ചെന്നു. ആ സമയത്താണ് നമ്മുടെ അംബാനി, നമ്മുടെ എന്താ പറയാ, നമ്മുടെ എല്ലാം കാവൽ മാലാക അംബാനി ജിയോ തുടങ്ങുന്നു അല്ലെ, ജിയോ സിം. അത്ര നാള് 500 രൂപയ്ക്ക് 400 MB സംതിങ് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അംബാനി വാരിക്കോരി തരുന്നിട്ട് അല്ലെ, എല്ലാവർക്കും തന്നു കേട്ട്. അതുപോലെ നമുക്കും കിട്ടി. അങ്ങനെ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങി. തുടങ്ങാൻ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലിന് പേരിടണം, നല്ലൊരു പേര്. അപ്പൊ നമ്മ ഇങ്ങനെയൊന്ന് ആലോചിച്ച് ഞാൻ പറയണം എന്ത് പേരിടും. അങ്ങനെ നോക്കി അവസാനം മലയാളം ടെക്ക് ആ സമയത്ത് കത്തിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ ടെക്ക് ചാനലാണ്, ടെക്ക് എന്ത് ടെക്ക് ഇടും. അപ്പൊ ടെക്ക് വേണം വാരുമ. അപ്പൊ ഒരു ബന്ധമില്ലാത്തൊരു പേര് വന്നു, M4 ടെക്. ഇതൊരു ആ പേര് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. M4 എന്തിനാണ് M4 അറിഞ്ഞൂടാ. അങ്ങനെ ചാനൽ തുടങ്ങി. ആദ്യത്തെ വീഡിയോസ് ടെക് ന്യൂസുകളായിരുന്നു. അതായത് ജിയോ പുതിയ ഓഫർ പുറത്തിറക്കിയിട്ടുണ്ട്, 155 രൂപയ്ക്ക് ഇത്രയും
ബി എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ അറിയാത്ത രീതിയിൽ പിന്നെ എന്താ പറയാ ഒരു ഒന്നും അറിയാത്തൊരു ബേസിക്, അതായത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ഒന്നുമില്ല, എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു അങ്ങനെയായിരുന്നു. പിന്നെ അവസാനം മനസ്സിലായി നമ്മളെ കൊണ്ട് ന്യൂസ് വായിക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. എനിക്ക് ആകെ എന്താ പറയാ നമുക്ക് നമ്മുടെ ബ്ലഡിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ 4 ഇൻഗ്രീഡിയൻറ്റുകൾ എത്തിക്കുക, കുറച്ച് വെൽഡ് ചെയ്ത് വെക്കുക, പിന്നെ എന്താ പറയാ കുറച്ച് ഇറച്ചി മീനൊക്കെ കഴിക്കുക. അപ്പോ എന്റെ കഴിവ് എന്താണെന്ന് ആ സമയത്ത് ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഇതൊക്കെയാണ്, ഇത്രേ ഉള്ളൂ, സാധാരണ ഒരാൾ ഇത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അധികം ആലോചിച്ചില്ല, പ്രവീണ നമുക്ക് ന്യൂസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ പണി തുടങ്ങി. അങ്ങനെ ഏകദേശം 6 മാസത്തോളം നമ്മള് വീഡിയോ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരുന്നു. ആകെ കണ്ടത് 15 പേര് 6 മാസം കൊണ്ടിട്ടാ. ഇപ്പോഴത്തെ ക്രിയേറ്റേഴ്സിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ അന്ന് 6 മാസത്തോളം നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ആകെ കിട്ടിയത് അത്ര വ്യൂസ് ആയിരുന്നു. പിന്നെ ഏത് വീഡിയോ ആണ് പറയുന്നത് നമ്മുടെ വൈറലായത്? കൊക്കക്കോളയിൽ മെൻഡോസ് ഇട്ട് പൊക്കിയായിരുന്നു. ആ സംഭവം വൈറലായി. അങ്ങനെ എന്താ പറയാ നമ്മള് കണ്ണടച്ച് തുറക്കുന്ന സമയം തന്നെ ഏകദേശം ഒരു 50 സബ്സ്ക്രൈബർ ഒക്കെ ഇങ്ങനെ കയറുന്നു കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി, സബ്സ്ക്രൈബർ കയറുന്നു, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിപ്പോയി. അങ്ങനെ തുടങ്ങി. പിന്നെ എന്താ പറയാ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. നമ്മൾ നല്ല രീതിക്ക് തന്നെ ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തു. അധികം അധ്വാനിക്കാതെ ഏത് പണി ചെയ്ത് ജീവിക്കാമെന്ന ചിന്തയിലായി. ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ വ്ളോഗിങ് ആരുടെയും നമുക്ക് എന്താ പറയാ നീ ഇന്ന ദിവസം ഇന്ന സമയത്ത് വരണം അങ്ങനത്തെ ഒരു സംസാരമില്ല. നിനക്ക് വേണോ നിനക്ക് വീഡിയോ എടുക്കാം, നിനക്ക് അപ്ലോഡ് ചെയ്യാം, നിന്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ ആളുകൾ കാണാനുണ്ടാവും. അതുപോലെ എന്താ പറയാ. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ഈ ചിന്തയൊക്കെ മാറി. നമുക്ക് കുറച്ച് ഫോളോവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഒരു കമ്മിറ്റ്മെന്റ് ആയി. അതായത് ഇത്ര നാളെ നമ്മൾ വീഡിയോ കൊടുത്ത് അത് കണ്ടവര് എന്താ പറയാ നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി. പിന്നെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് വന്നു, നല്ല കണ്ടന്റ് അവർക്ക് കൊടുക്കണം എന്നുള്ളത്. കാരണം നമ്മൾ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ, അതായത് നമ്മൾ ചെയ്താറുള്ള സൈഡ് ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് ഫുൾ ടൈം വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങി. ഞാൻ കഥ പറയുന്നത് നീണ്ടു പോകണ്ടോ? ഓക്കെ, നീണ്ടു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ നമ്മള് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രാമത്തെ വർഷമാണ്? 6 വർഷമായി. ആഴ്ചയിൽ മുടങ്ങാത്ത ഒരു വീഡിയോ എന്തായാലും ഞങ്ങൾ ഇടും, ടെക് അല്ലെങ്കിൽ ഫുഡ്. പിന്നെ എന്താ പറയാ യൂട്യൂബ് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ അൽഗോരിതം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും. അത് നമ്മൾ കണ്ടതിന് തോന്നിയത് അങ്ങനെയാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു പാറ്റേൺ തന്നെ ഫോളോ നോക്കട്ടെ. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കസിൻസ് ആണ്, ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും കസിൻസ് ആണ്. എന്റെ പപ്പയുടെ ഞങ്ങൾ അപ്പാപ്പൻ എന്നാണ് വിളിക്കുന്നത്, പപ്പയുടെ പപ്പേനെ. എന്റെ അച്ഛന്റെ അച്ഛന് അപ്പാപ്പനെ പറയാം. അപ്പാപ്പന്റെ 6 മക്കളാണ്, അല്ല 8 മക്കളാണ്. 8 മക്കളിൽ ഞങ്ങള് പേരക്കുട്ടികളായിട്ട് തന്നെ 22 24 പേരുണ്ട്. അതായത് ഇവരുടെ ചാനലിന്റെ വ്യൂസ് കിട്ടാൻ പുറത്തുനിന്ന് ആള് വേണ്ട, 24 പേരെ വീഡിയോ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞങ്ങൾ എപ്പോഴും ഗാദർ ചെയ്യും, ഞങ്ങള് ഫാമിലി എല്ലാവരും എപ്പോഴും ഗാദർ ചെയ്യും. അപ്പോ ഞങ്ങൾ ഫുൾ ഡാൻസ്, എല്ലാവരും ഡാൻസ് കളിക്കും, എല്ലാവരും ഡാൻസ് ഫുൾ ടൈം ഡാൻസ് കളിക്കും. എന്ത് ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നാൽ എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റ് ഒക്കെ ആണ്. അപ്പൊ ഒരു ദിവസം ഞാൻ ഇരുന്നപ്പോ ഇവരെല്ലാം ഡാൻസ് കളിച്ചിട്ടിരിക്കുക, ഞാൻ മറ്റേ ടിക്ടോക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന വീഡിയോയിനെക്കാളും ഇവര് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ട്രൈ ചെയ്യുന്നതിലാണ് കാര്യം, അല്ലാതെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അത് ട്രൈ ചെയ്യണം, ഒരു ചെറിയ കാര്യം തന്നെ ട്രൈ ചെയ്യണം. ഞാൻ ചുമ്മാ ഇവരെ വെച്ച് ട്രൈ ചെയ്തു. ടിക്ടോക്കിലെ ഫസ്റ്റ് ഞങ്ങളൊരു വീഡിയോ, ഒരു നൈറ്റി ഇട്ടിട്ട് ഫസ്റ്റ് വീഡിയോ, ഒരു ഫോളോസ് ഒന്നുമില്ലായിരുന്നു, വീഡിയോ അപ്ലോഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ 1000 വ്യൂസ് കയറി. അതിൻ്റെ അടുത്ത ദിവസം 1 മില്യൺ, അതിൻ്റെ അടുത്ത ദിവസം 5 മില്യൺ. 2 ദിവസം കൊണ്ട് 5 മില്യൺ വ്യൂസ് കയറി ഫസ്റ്റ് വീഡിയോ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ട് കണ്ടിന്യൂസ് ഒരു 30 ദിവസം വീഡിയോ ഇട്ടു. 30 ദിവസം ടിക്ടോക്ക് ബാനായി. എല്ലാ വീഡിയോ നല്ല റീച്ച് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ടിക്ടോക്ക് തുടങ്ങുന്ന ആ സമയത്ത് യൂട്യൂബ് ഞങ്ങൾ ആദ്യം തുടങ്ങാൻ വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഈ വലിയ ഫോം വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇതില്ല, ഒരു ചെറിയ വീഡിയോ ഡാൻസ് ചെയ്യാറ്. പക്ഷെ ആ സമയം ഡാൻസ് ഷോർട്ട് ഫോം ഇല്ലായിരുന്നു. ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയം ഷോർട്ട് ഫോം ഇല്ലായിരുന്നു യൂട്യൂബിനകത്ത്. പിന്നെ ഞങ്ങൾ പോയതിൻ്റെ ആ ഒരു സങ്കടത്തിൽ അന്ന് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നിട്ട് അതിലുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ഒരു വ്യൂസും കിട്ടിയില്ല. ഞങ്ങൾ തന്നെ ഷെയർ ചെയ്ത് 100 വ്യൂസൊക്കെ കയറ്റി.
പിന്നെ നെക്സ്റ്റ് ഞങ്ങളൊരു വെബ് സീരീസ് സ്റ്റൈൽ വീഡിയോ ചെയ്തു. ആ സമയം കരിക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു കോമഡി നമ്മൾ സാധാരണ നല്ലൊരു കോമഡി വീഡിയോ ആണ് അത് ചെയ്തു. അതിനും ഒരു 1000 വ്യൂസ് വരെ കയറി. നെക്സ്റ്റ് ഞങ്ങൾ ഡാൻസ് തന്നെ പിടിച്ചു. ഡ്രങ്ക് ഹിറ്റായിരുന്ന സമയമായിരുന്നു. ഡ്രങ്ക് ചെയ്ത് ആദ്യം 1000 വ്യൂസ് തന്നെയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ വ്യൂസൊന്നും കിട്ടുന്നില്ല. ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് പോയി. കാരണം ഞങ്ങൾക്ക് ടിക്ടോക്ക് നല്ല വ്യൂസ് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഒരു വ്യൂസ് ഒരു ഇതായിരുന്നു. 2-3 ദിവസം വീഡിയോ ചെയ്തില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് 1 ലക്ഷം വ്യൂസ്. എന്നിട്ട് കുറെ ദിവസം കഴിയുമ്പോൾ ലക്ഷങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. ഒരു മന്തായപ്പോൾ തന്നെ അതൊരു 2 മില്യനൊക്കെ ആയി വ്യൂസ്. പറയുമ്പോൾ 3ാമത്തെ വീഡിയോ തന്നെ 2 മില്യൺ വ്യൂസ് ആയി. പിന്നെ ഒന്നും നോക്കിയില്ല, ഡാൻസ് സറവറായിട്ട് നല്ലൊരു സബ് കൗണ്ട് കയറ്റി. ഒരു 50K ആവറേജ് സബൊക്കെ കയറ്റി. പിന്നെയാണ് ഷോർട്സ് വന്നത്. പിന്നെ പച്ചടി കയറ്റുമായിരുന്നു. ഒന്നും നോക്കിയില്ല. അങ്ങ് എന്ന് പറയുമ്പോൾ യൂട്യൂബിന്റെ ഭാഗത്ത് ഇതോടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു റീച്ച് തരും. ഏതെങ്കിലും ഒരു വീഡിയോ എല്ലാവർക്കും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ചെറിയ വ്യൂസ് ആണ്, അതിൽ പിടിച്ച് കയറിക്കൊള്ളാം. പിന്നെ വേറെ കാര്യം, ഇവിടെ ട്രെൻഡ് ഇല്ലേ, ഈ ട്രെൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും ചില വീഡിയോസ് കോപ്പി ചെയ്യാറുണ്ട്. ഓഫ്കോഴ്സ് എല്ലാവരും കോപ്പി ചെയ്യാറുണ്ട്, ഇല്ലാന്ന് ആരും പറയുന്നില്ല, ഉറപ്പാണ്. ഞാനൊരു ചാനൽ എടുക്കും, ആ ചാനലിലെ ഏറ്റവും ടോപ്പ് പോപ്പുലർ വ്യൂ ആയിട്ടുള്ള വീഡിയോ എടുത്ത് അതുപോലെ കോപ്പി ചെയ്യും, ഉറപ്പായിട്ടും. Hi guys! ഇപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കിടിലൻ ഫുഡാണ്. എന്തൊക്കെയാണ് മെനു നോക്കാം. ഓ ഗൈസ് ഫുള്ള് ക്യൂ ആണ്.
S23 Ultra guys. അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇവൻ്റൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പോവാണ്. ഇപ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടി. ഗിഫ്റ്റ് കിട്ടി, പിന്നെ എംഫോടെക്, പിന്നെ ചട്ടം പീസ് എല്ലാവരും ഉള്ള അടിപൊളിയായിട്ടുള്ളൊരു ഇവൻ്റ് പരിപാടി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇവൻ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ പോകണം കാണാം. ആർക്ക് മുമ്പ് ചില വീഡിയോസിലൊക്കെ ആൾക്കാർ പറയുന്നത് എന്നാ ചെയ്യാനാണ്. ഇനി വീട്ടിലെത്തണവരായി പൊങ്ങച്ചൻ കേൾക്കുന്നത് പറഞ്ഞേ. എടാ എനിക്ക് 80 കിലോമീറ്റർ ഓടിക്കുന്നില്ലേ വിട്ട് ഞാനിത് ഗതിയായിരിക്കും. ക്വാളിറ്റി ഏകദേശം ഇവര് കാറില് ഫെഡറൽ ബാങ്ക് എയർപോർട്ട്. അൾട്രാവൈഡ് നല്ല ഉണ്ടെങ്കിൽ എടാ ടോമേ ഇതിന്റെ ക്യാമറ എന്നാ മനസ്സിലാക്കി കേട്ടോ.